ഓക്കെ. അപ്പോൾ അടുത്ത ഇതിൽ എന്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ a flywheel rotates at constant retardation due to braking in the first 10 seconds. ഫസ്റ്റ് 10 സെക്കൻഡ്സ്, അതായത് ടി ഈസിക്വൾ ടു 10 സെക്കൻഡ്സ് ആകുമ്പോൾ ഇതിൻ്റെ റെവല്യൂഷൻ എത്രയാണ്? തീറ്റ ഈസിക്വൾ ടു 300 റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. 300 റെവല്യൂഷൻ നമ്മൾ 2π ഉണ്ട്, 300 ഇൻറ്റു 2π ഉണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ നമ്മൾ 300 റെവല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? റേഡിയലിനാക്കി ചെയ്യും. ഓക്കെ. സിമിലർലി അപ്പോൾ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഇതാണ്, തീറ്റ ഈസിക്വൾ എന്താണ്? ω1t പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ടി സ്ക്വയർ. സോ ഈ ഇക്വേഷനിൽ നമ്മൾ തീറ്റയുടെ കാര്യം എത്രയാണ്? 300 ഇൻറ്റു 2π ഈസ് ഈക്വൽ ടു ω1 ഇൻറ്റു ടി. ടിയുടെ വാല്യൂ എത്രയാണ്? 10 സെക്കൻഡ്സ് പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എത്രയാണെന്ന് വെച്ചാൽ 10 സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ ഒരു ഇക്വേഷൻ നമ്പർ 1 ആക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട് എന്താണ്? ടി ഈസിക്വൾ ടു 10 സെക്കൻഡ്സ്. ഓക്കെ. അല്ല, ടി ഈസിക്വൾ ടു 7.5 സെക്കൻഡ്സ് ആംഗുലാർ ആക്സിലേഷൻ. ആ സമയത്ത് ആംഗുലാർ ആക്സിലേഷൻ ω2ൻ്റെ വാല്യൂ എത്രയാണ്? 40π റേഡിയൻസ്. ഓക്കെ. അപ്പം ω2 ഈസിക്വൾ ടു ω1 പ്ലസ് ആൽഫ ടി. അപ്പോൾ ഇതിൽ ω2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വെച്ചാൽ 40π. അപ്പോൾ 40π ഈസിക്വൾ ടു ω1 പ്ലസ് ആൽഫ ടി. ആൽഫയുടെ വാല്യൂ എന്ന് വെച്ചാൽ ആൽഫ അറിയത്തില്ല, 7 ടൈം ടി. അപ്പോൾ 7.5 ആൽഫ. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ 1 and 2 നമ്മൾ കമ്പയർ ചെയ്യുക. ഈ 1 എടുത്ത്, അതായത് ω1ൻ്റെ വാല്യൂ ഇതിൽ നിന്ന് എത്ര കിട്ടും? ω1 ഈസിക്വൾ ടു നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ω1 ഈസിക്വൾ എത്രയാണ്? 40π മൈനസ് 7.5 ആൽഫ. അതെടുത്ത് എവിടെ കൊണ്ട് കൊടുക്കുന്നു? ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ 300 ഇൻറ്റു 2π ഈസിക്വൾ ടു 40π മൈനസ് 7.5 ലാംഡ പ്ലസ് ഇൻറ്റു 10 പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ടി ഇൻറ്റു സ്ക്വയർ. അപ്പോൾ ഇതിൽ അൺനോൺ ഏതായിട്ട് വരും? ഓൺലി ആൽഫ മാത്രമേ അൺനോൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് ആൽഫ നമുക്ക് കിട്ടും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ. ആൽഫ കിട്ടി. ആൽഫ -8πയും അതേപോലെ തീറ്റയും കിട്ടും. ഓക്കെ. അതിനുശേഷം എന്താ ചെയ്യണം? ടോട്ടൽ ടൈമിൽ 100/t. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ആ ഇക്വേഷൻ ഇട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.